സംസ്ഥാനത്തെ അനിയന്ത്രിതമായ വിലക്കയറ്റം നിയമസഭയിൽ ഇന്ന് അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കുമെന്നാണ് പി.സി. വിഷ്ണുനാഥ് എം.എൽ.എ. ആണ് വിഷയം അവതരിപ്പിക്കുക. 12 മണി മുതൽ 2 മണി വരെയാണ് ചർച്ച. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായിട്ടുണ്ട്. അമൽ, അങ്ങനെ വിലക്കയറ്റം സഭയിലേക്ക് എത്തുന്നു, ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകുന്നു, എന്താണ് വിവരം? തുടർച്ചയായ 3-ാം ദിവസവും അടിയന്തര പ്രമേയ നോട്ടീസിന്മേലുള്ള ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാവുകയാണ്. ആദ്യ ദിവസം പോലീസുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തു. ഇന്നലെ അടിയന്തര പ്രമേയ നോട്ടീസ് സഭയിലേക്ക് എത്തി. ആ വിഷയം ചർച്ച ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച വിഷയത്തിൽ ഇന്നലെ ചർച്ചയുണ്ടായി. ഇന്നിപ്പോൾ തുടർച്ചയായ 3-ാം ദിവസവും ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാവുകയാണ്. സംസ്ഥാനത്തുണ്ടാകുന്ന അനിയന്ത്രിതമായ വിലക്കയറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആളുകളുടെ കയ്യിൽ പണമില്ല. കടയിൽ പോയി ഒരു സാധനം വാങ്ങണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. സംസ്ഥാന സർക്കാരോ ഭക്ഷ്യവകുപ്പോ ഈ വിഷയത്തിൽ ആളുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ഈ വിഷയത്തിൽ സർക്കാരിന് പറയാനുള്ളത് വിശദമായി തന്നെ പറയാം എന്നുള്ളതാണ് ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ സഭയിൽ വ്യക്തമാക്കിയത്. അതിനാൽ തന്നെ ചർച്ചയാകാം എന്നുള്ള കാര്യം ആ ഒരു നിലപാടിലേക്ക് സർക്കാർ എത്തുകയാണ്. ഇന്ന് ഈ വിഷയത്തിലെ ചർച്ച 12 മണി മുതൽ 2 മണി വരെയാണ്. 2 മണിക്ക് ശേഷം സുപ്രധാനമായ 2 ബില്ലുകൾ സഭയുടെ പരിഗണനയ്ക്ക് വരികയാണ്. ഒന്ന്, കേരളത്തിലെ വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ലാണ്. ആ ബില്ല് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ബില്ല്. അതോടൊപ്പം തന്നെ വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട മറ്റൊരു ബില്ല് കൂടി വരുന്നുണ്ട്. നാട്ടിലേക്ക് ഇറങ്ങി ആളുകളെ ആക്രമിക്കുന്ന വന്യമൃഗങ്ങളെ കൊലപ്പെടുത്താൻ ജില്ലാ കളക്ടർ അടങ്ങുന്ന സമിതിക്ക് അവർക്ക് ചുമതല നൽകുന്ന, അല്ലെങ്കിൽ അവർക്ക് നിർദ്ദേശിക്കാമെന്നുള്ള അധികാരം നൽകുന്ന ബില്ലാണ് പരിഗണനയ്ക്ക് വരുന്നത്. അത് മലയോര മേഖലയിലടക്കം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ബില്ലായി മാറും. ആ വിഷയം സഭ പാസ്സാക്കിയാലും അത് കേന്ദ്ര നിയമപ്രകാരം നിലനിൽക്കുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉയരുന്നുണ്ടെങ്കിലും വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള 2 ബില്ലുകൾ വൈകുന്നേരം സഭയുടെ പരിഗണനയ്ക്ക് എത്തും. അതിനു മുന്നോടിയായാണ് ഇപ്പോൾ അടിയന്തര പ്രമേയത്തിൽ വിശദമായ ചർച്ചയും നടക്കാൻ പോകുന്നത്. എന്തായാലും ഈ വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതിയിൽ പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട് എന്താണ് അമൽ? ഈ തീരുമാനം വന്നതിന് പിന്നാലെ തന്നെ കർഷകരുടെയൊക്കെ പ്രതികരണങ്ങൾ കേട്ടതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, അതിന്റെ ഭാഗമായിട്ടുള്ളൊരു നീക്കം എന്ന നിലയ്ക്ക് അതിനെ വ്യാഖ്യാനിക്കുന്ന ആളുകളുമുണ്ട്. അതേസമയം സർക്കാർ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നു എന്ന നിലയിൽ പോസിറ്റീവായി കാണുന്നവരുണ്ട്. എന്താണ് പ്രതിപക്ഷത്തിന്റെ ഒരു പൊതു നിലപാട്? സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നീക്കമുണ്ടാകുന്നതിനെ തുറന്നെതിർക്കാൻ എന്തായാലും പ്രതിപക്ഷത്തിന് കഴിയില്ല. മലയോര മേഖലയിലെ ജനങ്ങൾ കാലാകാലങ്ങളായി അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് മറികടക്കാനായി ഒരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പക്ഷേ ആ ശ്രമം എത്രത്തോളം വിജയം കാണുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് സംസ്ഥാന സർക്കാരിനും സംസ്ഥാന നിയമസഭയ്ക്കുമൊക്കെ ഇടപെടുന്നതിന് പരിധികളുണ്ട്. ഒരു കേന്ദ്ര നിയമം നിലനിൽക്കുന്നു. ആ നിയമത്തെ മറികടന്നുകൊണ്ട് സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമോ, നിയമപരമായി അത് നിലനിൽക്കുമോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ പ്രതിപക്ഷം ആ വിഷയം ഉന്നയിക്കുന്നുണ്ട്. ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ശ്രമം എന്നുള്ള നിലയ്ക്ക് ഈ വിഷയത്തെ അവതരിപ്പിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു. പക്ഷേ തുറന്ന് എതിർക്കുന്ന ഒരു സമീപനം ഉണ്ടാകില്ല. മലയോര മേഖലയിൽ കോൺഗ്രസിനും കേരള കോൺഗ്രസിനും എല്ലാം ശക്തമായ സ്വാധീനമുള്ള മേഖലകളിൽ ആണ് ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത്. മലയോര മേഖലയിലെല്ലാം തന്നെ ഇപ്പോൾ ഈ വന്യജീവികളുടെ ആക്രമണം സ്ഥിര സംഭവമായി മാറുകയാണ്. അങ്ങനെയുള്ള സംഭവങ്ങളിൽ കാട്ടുപന്നികളെ മാത്രം വെടിവെച്ച് കൊല്ലാനുള്ള ഒരു അധികാരമാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ മേലധികാരികൾക്കൊക്കെ നൽകിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കടുവയടക്കം ആനയടക്കമുള്ളവരുടെ ആക്രമണം തുടർച്ചയായി ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് മലയോര മേഖല. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഈ ബില്ല് അടിയന്തരമായി തന്നെ സഭയിലേക്ക് എത്തിക്കാനുള്ള ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതനുസരിച്ചാണ് ഇന്ന് സഭയിലേക്ക് എത്തുന്നത്. എന്തായാലും പ്രതിപക്ഷം ഈ വിഷയത്തെ തുറന്നു തീർക്കാൻ സാധ്യതയില്ല. പക്ഷേ കുറച്ചുകൂടി ഗൗരവമായി ഈ വിഷയത്തെ കാണണം എന്നുള്ളൊരു നിലപാട് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ശരി, അമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതിലും വിലക്കയറ്റത്തിൽ സഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നു. ചർച്ചയിലേക്ക് വരികയാണ്. പി.സി. വിഷ്ണുനാഥാണ് പ്രമേയം അവതരിപ്പിക്കുക. ഒപ്പം തന്നെ സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതി. അതുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനവും സർക്കാർ എടുത്തിട്ടുണ്ട്.